ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് എനിക്ക് പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവിടാൻ വന്നേക്കുന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പാലത്തിൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പം ജീപ്പും കാത്ത് നിൽക്കുക കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തായിട്ടൊരു തോടുണ്ട് കേട്ടോ. വെള്ളം വെക്കാൻ പറ്റാൻ തുടങ്ങിയെങ്കിൽ ഞങ്ങൾ താഴെ ഒരു കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെയായിട്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജീപ്പും കാത്തിട്ട് നിൽക്കണം. ജീപ്പ് എപ്പം വരുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ താമസിക്കുമായിരിക്കും എന്ന് തോന്നി. ഇപ്പോൾ ഗൈസ്, നിങ്ങളിപ്പം നിൽക്കുന്ന സ്ഥലം ചപ്പാത്താണ് കേട്ടോ. ഞങ്ങൾ സാധാരണ നിൽക്കുന്ന ആ കാണുന്ന വീട്ടിൻ്റെ മുറ്റത്താണ്. ഇന്നിപ്പം ഞങ്ങൾ ഈ ചപ്പാത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുവാണേ. അപ്പം ഗൈസ്, ഇന്ന് ഇവിടെ മൽബറിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ മൽബറി ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് പഴുത്തുണ്ട്. ഞാൻ എത്തും നോക്കിയപ്പോൾ എത്തുന്നില്ല കേട്ടോ. ഞാൻ പറിക്കാൻ ട്രൈ ചെയ്യുവാണേ. എൻ്റെ അനിയത്തിയാണ്ട് അത് പിടിച്ച് വലിക്കുന്നുണ്ട്. നന്നായിട്ട് വലിക്കുകയാണെങ്കിൽ ഞാൻ ഒരുവിധം പറിക്കും. ഇപ്പോൾ ഗൈസ്, എനിക്കിപ്പോൾ ഒരു മൽബറിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടൽ മൽബറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുഞ്ഞു പുഴുവുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾ പറിക്കുന്നില്ല, വേറെ നോക്കുവാണേ. ഇപ്പോൾ ഗൈസ്, ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ചേച്ചി ഇപ്പം കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം വൈകി ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയതാട്ടെ. കൊച്ചിനെ എടുത്തോണ്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വഴക്കാണ്, ആരെടുക്കുന്നു. ഇന്നിപ്പോൾ അവൾ എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടേ. അപ്പം റെഡാണ് ആ കൊച്ചിൻ്റെ പേര് റിച്ചു എന്നാണേ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ജീപ്പ്. അപ്പോൾ ഗൈസ്, ഇവരെ എല്ലാവരും ജീപ്പിൽ കയറ്റാമേനാ ടാറ്റാ. അപ്പോൾ ഗൈസ്, അവരെ എല്ലാം കൊണ്ട് വിട്ടു. ഇനിയിപ്പം ഞാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.